ഹേയ് ജെമിനി, ഇതെന്താണ് മനസ്സിലായോ? തീർച്ചയായും. മനോഹരമായ പൂക്കൾ. ഈ പൂക്കൾ ഉപയോഗിച്ച് ഒരു പൂച്ചെണ്ടുണ്ടാക്കിയാലോ? നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഈ ഇങ്ങനെ റോസാപ്പൂവിൻ്റെ കളർ വെച്ചിട്ട് നീ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊന്ന് പറഞ്ഞു തരുമോ? എന്തൊക്കെയാണ് ഈ കളറിൻ്റെ പ്രത്യേകത? തീർച്ചയായും. പിങ്ക് നിറത്തിലുള്ള റോസാപ്പൂക്കൾ കൃതജ്ഞതയുടെയും അഭിനന്ദനത്തിന്റെയും പ്രതീകമാണ്. മഞ്ഞ റോസാപ്പൂക്കൾ സൗഹൃദത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. പർപ്പിൾ നിറത്തിലുള്ള റോസാപ്പൂക്കൾ ആകർഷണീയതയെയും ഇഷ്ടത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഈ പൂക്കൾ ഉപയോഗിച്ച് ഒരു പൂച്ചെണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൂക്കളുടെ എല്ലാം നല്ലൊരു മിശ്രിതം ഉപയോഗിക്കാം. അപ്പോൾ ഈ പൂവോ? ഓറഞ്ച് നിറത്തിലുള്ള പൂവ് ഊർജ്ജസ്വലതയെയും ആവേശത്തെയും സൂചിപ്പിക്കുന്നു. ഈ നിറത്തിലുള്ള പൂക്കൾ അഭിനന്ദനം അറിയിക്കാനും ഉപയോഗിക്കാറുണ്ട്. ഓ, ഇത് കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത്? ഒറിജിനൽ പൂ പോലെയല്ലേ? തീർച്ചയായും. ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ നിറങ്ങളും രൂപവുമെല്ലാം ഒറിജിനൽ പൂവിന്റെ അതേ ഭംഗി നൽകുന്നുണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് മനോഹരമായ ഒരു പൂച്ചെണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഒറിജിനൽ പൂവാണോ അതോ ഡ്യൂപ്ലി പൂവാണോ? ഇതൊരു ഡ്യൂപ്ലി പൂവാണ്. ഇത് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നിങ്ങൾ കാണിച്ച പൂക്കൾ കൃത്രിമമാണെന്ന് തോന്നുന്നു. അവയുടെ നിറങ്ങളും ഘടനയും ഒറിജിനൽ പൂക്കളുടേതുമായി അല്പം വ്യത്യാസമുണ്ട്. മാത്രമല്ല, അവ തുണി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നീ എനിക്ക് ഏത് പൂവാണ് തരിക? ഇതിൽ ഒരെണ്ണം തരാൻ പറഞ്ഞാൽ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ പൂക്കളിൽ പിങ്ക് നിറത്തിലുള്ള റോസാപ്പൂവാണ് നൽകാൻ ഇഷ്ടപ്പെടുന്നത്. പിങ്ക് നിറം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമാണ്. ഓക്കെ, താങ്ക് യു.